ഹലോ, ഇന്ന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏതുവാണെങ്കിൽ കുറച്ച് ഉറക്കം മൂടാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ ഹാളിലെത്തി. കുറച്ചൊക്കെ തിരക്കുണ്ടായിരുന്നുകൊണ്ടും പിന്നെ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ എങ്ങനെയൊക്കെ എടുത്തു. ഏതപ്പനാണെങ്കിൽ ഭയങ്കര ഗൗരവ, ചിരിക്കില്ല. അങ്ങനെ ഗ്രൂപ്പിൻ്റെ ഒക്കെ ടൈമായിരുന്നു. പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം മോനെ എങ്ങനെ മാനേജ് ചെയ്യുന്നൊക്കെ. പക്ഷേ ഏട്ടൻ്റെ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഏട്ടൻ്റെ ഓൺ വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനും കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു. പിന്നെ കുട്ടാപ്പു ഉറങ്ങി. പിന്നെ ഞാൻ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു മാസമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ. പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് എന്ത് ചെയ്തിട്ട് എനിക്ക് കണ്ണെഴുതാനും പറ്റണില്ല, മുടി കെട്ടാനും പറ്റണില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കെട്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയൊക്കെ ഊണ് കഴിഞ്ഞ് വന്നു കേട്ടോ. അവരാദ്യം പോയി കഴിച്ചു, ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. ആ സമയം മോനെ എടുക്കാമല്ലോ. പിന്നെ കുഞ്ഞിനൊക്കെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വിഷുവിൻ്റെ കുട്ടി സദ്യയ്ക്ക് ശേഷം നമ്മൾ ഗ്രാൻഡായിട്ട് കഴിക്കണം സദ്യ ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലക്കറി ഞാൻ ഏട്ടന് കൊടുത്തു. എനിക്ക് സദ്യയുടെ കൂടെ അത് കഴിക്കണം വലിയ ഇഷ്ടമില്ല. ഇല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അടിപൊളിയായിരുന്നു. പാലടയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഹാളിലേക്ക് വന്നു. ഏതുകൊണ്ടാണെങ്കിൽ കളിക്കാൻ പറ്റാഞ്ഞിട്ട് ആകെ ദേഷ്യം വന്നിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ വേഗം തിരിച്ചു വന്നു. ഇനി നമുക്കുള്ളത് റിസപ്ഷനാണ് കേട്ടോ. പക്ഷെ അതിന് എനിക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ട് വേണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. എന്നിട്ട് സൽവാറാണ്. ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല, ഒക്കെ ലാസ്റ്റ് മിനിറ്റിലെടുത്ത കാരണം. ഏതപ്പനാണെങ്കിൽ വീടെത്തിയപ്പോഴേ സമാധാനമായി, കളിക്കാനൊക്കെ പറ്റുമല്ലോ. ഡയപ്പറൊക്കെ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റിലാക്സ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് പോയാൽ മതിയല്ലോ. പിന്നെ ഇച്ചിരി വൈകിട്ടാണ് റിസപ്ഷൻ എത്തിയത്. ഇത് ഏട്ടൻ്റെ ഫ്രണ്ട്സിൽ ഒരാളാണ് കേട്ടോ. ഇവരൊരു ഗ്യാങ്ങാ, സ്കൂൾ ടൈം മുതലുള്ള ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ മോനെ ചോദിക്കുക, അവനെ എവിടെയെന്നറിയില്ല, ആരുടെ കയ്യിലാണ്. പിന്നെ ഇതായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം. വൈൻ കളർ സൽവാറാണ്, ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത്. ഇപ്പം തടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലും ജോർജറ്റിലേക്കാണ് പോണേ. പിന്നെയും ഗ്രൂപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് പിക്കൊക്കെ എടുത്തത്. പിന്നെ മോനാണെങ്കിൽ കരയാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഗ്രൂപ്പ് എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു, മോനെ ഫീഡ് ചെയ്യുന്നു, പിന്നെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഇത് ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ ഏതോന്ന് ഉറക്കാൻ വന്ന് തുടങ്ങി. പിന്നെ ഒന്നും നടന്നിട്ടില്ല. ടാറ്റ.